തിരുവനന്തപുരം നന്ദിയോട് സ്കൂൾ തെരഞ്ഞെടുപ്പിൽ വോട്ടിന് മദ്യം നൽകിയെന്ന ആരോപണം. SKVHSS സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്ന് മദ്യം കണ്ടെത്തി. സംഭവത്തിൽ SFIക്കെതിരെ ആരോപണവുമായി KSUവും ആരോപണം നിഷേധിച്ച് SFIയും രംഗത്തെത്തി. സലിം മാലിക് തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ചേരും. സലിം, ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഈ ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പിലാണ് വോട്ടിന് കുപ്പി എന്നൊരു ആരോപണം ഇപ്പോൾ വന്നിരിക്കുന്നത്. SKVHSSലെ തെരഞ്ഞെടുപ്പിനിടെയാണ് ആ സ്കൂൾ പരിസരത്ത് വെച്ച ഒരു ബാഗിൽ നിന്ന് കുപ്പി കണ്ടെത്തിയത്. അതൊരു വിദ്യാർത്ഥിയുടെ ബാഗാണ് എന്നുള്ളതാണ് KSU പ്രവർത്തകർ ആരോപിക്കുന്നത്. അതേസമയം പോലീസ് പറയുന്നത് അത് ഏതെങ്കിലും വിദ്യാർത്ഥിയുടെ ബാഗാണ് എന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല രേഖാമൂലം പരാതിയില്ല, അതുകൊണ്ട് തന്നെ കേസ് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം ഈ വോട്ടിനായി 100 രൂപയിൽ വോട്ട് ഫോർ SFI എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും KSUവിന്റെ ആരോപണമാണ്. എന്തായാലും ആ പരിസരത്ത് നിന്നൊരു ബാഗിൽ നിന്ന് ഈ മദ്യക്കുപ്പി കിട്ടി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ സ്കൂൾ അധികൃതരും SFI പ്രവർത്തകരും ഒക്കെ ഈ വിഷയം നിഷേധിക്കുകയാണ്. സ്കൂൾ അധികൃതർ പറയുന്നത് ഇത് ഈ നിലയിൽ ആരെങ്കിലും മദ്യപിച്ച് സ്കൂളിലേക്ക് എത്തിയിട്ടില്ല, അതൊരു രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം മാത്രമാണ് എന്നുള്ളതാണ്. SFIയും ഈ ആരോപണം നിഷേധിക്കുന്നു. ഏതെങ്കിലും നിലയിൽ KSUവിന്റെ ആരോപണം വാസ്തവമല്ലത്, മറ്റേതോ ബാഗിൽ നിന്നും വന്ന മദ്യവുമാണ് എന്നുള്ളതാണ് പറയുന്നത്. KSU പറയുന്നത് അവിടുത്തെ ഒരു വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്ന് തന്നെയാണ് ഈ മദ്യം കിട്ടിയത്. മാത്രമല്ല 10ലധികം വിദ്യാർത്ഥികൾ SFIയുടെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ ഇടവഴിയിലേക്ക് ആ സ്കൂൾ കുട്ടികൾ പോവുകയും അവിടെ നിന്ന് മദ്യപിക്കുന്നത് കാണുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ FIR ഒരു കേസ് എടുക്കാൻ തയ്യാറായിട്ടില്ല. കേവലം ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പിലാണ് ഇത്രയും വലിയ ആരോപണങ്ങൾ. വോട്ടിന് കുപ്പി 100 രൂപ. എന്തായാലും SFIയും KSUവും പരസ്പരം പ്രത്യാരോപണങ്ങൾ നടത്തുകയാണ്. വസ്തുത എന്താണ്, സത്യാവസ്ഥ എന്താണെന്ന് പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. സലിം മാലിക്കാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.